നമസ്കാരം. മതിപ്പ് എന്ന് പറയുന്നൊരു മലയാള പദമുണ്ട്. നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അത്. ഇപ്പോൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്നു. ഉടനെ നമ്മൾ ചിലർ പറയും, "ഓ, ഇതൊരു 100 രൂപയുള്ള വില, പക്ഷേ ഒരു 200 രൂപ ഇതിന് മതിക്കും" എന്ന് പറയും. ചില സാധനം 200 രൂപയ്ക്ക് വാങ്ങിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ മറ്റൊരാൾ പറയും, "200 രൂപയോ? അതൊരു 100 രൂപയെ മതിക്കൂ" എന്ന് പറഞ്ഞു. ഇതാണ് ഈ മതിപ്പ് എന്ന് പറയുന്നത്. സാധനങ്ങളെ പറ്റി, മനുഷ്യരെ പറ്റിയും പറയും. ചില വ്യക്തികളെ പറ്റി പറയുമ്പോൾ, ഓ, അദ്ദേഹത്തിന് സമൂഹത്തിൽ നല്ല മതിപ്പാണ് എന്ന് പറയും. ചില ആൾക്കാരെ പറ്റി പറയുമ്പം അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന് സമൂഹത്തിൽ അദ്ദേഹത്തെ പറ്റി യാതൊരു മതിപ്പുമില്ല എന്ന് പറയും. ഈ മതിപ്പ് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പദം ഏതാണെന്ന് നോക്കിയാൽ അപ്രീസിയേഷൻ എന്നാണ് കാണുക. പക്ഷേ എന്നാൽ അപ്രീസിയേഷൻ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാളം നോക്കുമ്പോൾ അഭിനന്ദനമൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. വിലമതിക്കുക എന്നുള്ളതൊക്കെ അവസാനം പല അർത്ഥങ്ങളുടെ കൂട്ടത്തിൽ അർത്ഥമായിട്ടേ വരുന്നുള്ളൂ. ഇപ്പം ഈ മതിപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ എന്താണ് കാര്യം? ഒരു സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. അതായത് ഹിമാചൽ പ്രദേശിലെ ഒരു ഹൈക്കോടതി വിധിക്ക് പോയ അപ്പീലിനകത്താണ് ഈ വിധി ഉണ്ടായത്. ഹൈക്കോടതി വിധി ഇതായിരുന്നു: ഒരു കൊലപാതകം, അതിനെ തുടർന്നുള്ള പീഡനം, ആ കേസിലെ പ്രതിക്ക് ശിക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു വിധിയായിരുന്നു ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതിന് ഹൈക്കോടതി പ്രധാനമായിട്ടും ആശ്രയിച്ചത് ഒന്നാം സാക്ഷിയുടെ മൊഴിയാണ്. അപ്പോൾ ഒന്നാം സാക്ഷിയെപ്പറ്റി ഈ വിധിക്ക് അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, അദ്ദേഹം ഗോഡ് ഫിയറിംഗ് ആണ്, അദ്ദേഹം ദൈവഭയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴി കോടതി വിശ്വാസത്തിലെടുക്കുന്നു. ഇതായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതി ഈ ഹൈക്കോടതിയുടെ വാദം തള്ളി. സുപ്രീം കോടതി പറഞ്ഞത്, ഒരാൾക്ക് വിദ്യാഭ്യാസമുണ്ട് എന്നുള്ളത് കൊണ്ടോ അയാൾക്ക് ദൈവഭയം ഉണ്ട് എന്നുള്ളത് കൊണ്ടോ അയാൾക്ക് മതിപ്പ് ഉണ്ടാകും എന്ന് നിയമപരമായി പറയാനാകുന്നില്ല എന്നാണ്. എന്താണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം ഇതിനകത്ത്? സമൂഹത്തിൽ മതിപ്പുള്ള ആളായിട്ട് ആരെയാണ് കാണുന്നത്? ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഹൈക്കോടതി പറയുന്നു. വിദ്യാഭ്യാസമുള്ള എല്ലാ ആൾക്കാർക്കും സമൂഹത്തിൽ മതിപ്പുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. വിദ്യ കൊണ്ട് അറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നത് ചിലർന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ബിരുദവും ബിരുദാനന്ദ ബിരുദവും PhD ഒക്കെ വലിയ ഉന്നതമായ ബിരുദങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷേ അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മഴയത്ത് പോലും ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ പോയി നിന്ന ഒരു സംസ്കാരം അവർ പലപ്പോഴും കാണിക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇക്കൂട്ടരെ പറ്റി പൂന്താനം പറഞ്ഞേക്കുന്നത് കഴുത കുങ്കുമം ചുമക്കുന്നത് പോലെ എന്നാണ്. കുങ്കുമത്തിൻ്റെ മഹാത്മ്യം, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ സൗരഭ്യം, അതിൻ്റെ മൂല്യമൊക്കെ അറിയാതെ മറ്റേത് സാധനത്തെ പോലെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഗർദ്ദഭം, ഒരു കഴുതയെ പോലെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷനോട്, നിരീക്ഷണത്തോട് നമുക്ക് യോജിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. പിന്നെ പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് മതിപ്പുണ്ടെന്ന് പറയാനൊക്കെ, പണമുള്ള പല ആൾക്കാർക്കും സമൂഹത്തിൽ മതിപ്പില്ല എന്നുള്ളതാണ്. അഥവാ പണത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഒരു മതിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പണം ഇല്ലാതാവുമ്പോൾ, പണം എപ്പോഴും മാറിയും തിരിഞ്ഞും വരുമല്ലോ, പണം ഇല്ലാത്ത അവസ്ഥയും വരും, ഇല്ലാതാവുമ്പോൾ ആ മതിപ്പും അതോടൊപ്പം കുറയും. അപ്പോൾ പണം ഇല്ലാതാവുമ്പോൾ നമ്മളെ പറ്റിയുള്ള കുറയുന്നൊരു സാധനത്തിന് നമ്മളൊരിക്കലും മതിപ്പ് എന്ന് പറയുന്നത്, മതിപ്പെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതായിരിക്കണം. അപ്പോൾ പണം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പണത്തിൻ്റെ കാര്യം പറഞ്ഞു, സ്ഥാനമാനങ്ങൾ, അധികാരം, ആ അധികാരമുള്ളവർക്കൊക്കെ താൽക്കാലികമായിട്ട് അവർ അധികാര കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു ബഹുമാനം, ഒരു മതിപ്പ് ഒക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ ആ അധികാരം പോയാലും, യാതൊരു അധികാരമില്ലാത്ത ഒരാളായാലും ജനഹൃദയങ്ങളിൽ ആ വ്യക്തി തുടരുന്നുവെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മതിപ്പ്, സമൂഹത്തിൽ ഒരു മതിപ്പ് ഉണ്ട് എന്ന് പറയാൻ ഒക്കൂ. അപ്പോൾ ഇതൊന്നും സ്ഥിരമല്ല. അധികാരമായാലും ശരി, പണമായാലും ശരി, ഒന്നും തന്നെ സ്ഥിരമല്ല. വിദ്യാഭ്യാസം നമുക്ക് ഔപചാരിക വിദ്യാഭ്യാസം നേടാനൊക്കും, പക്ഷേ അത് നമ്മുടെ സംസ്കാരത്തിൽ പ്രതിഫലിക്കാത്തടത്തോളം കാലം നമുക്ക് മതിപ്പുണ്ട് എന്ന് പറയാൻ ഒക്കുകയുമില്ല. അപ്പോൾ ആർക്കാണ് നമ്മൾ സമൂഹത്തിൽ ശരിക്കും മതിപ്പ് കൽപ്പിക്കുന്നത്? ശരിക്കും മതിപ്പ് കൽപ്പിക്കുന്നത് നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ മനസ്സിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്. അതിനനുസരിച്ച് നമ്മളോട് പെരുമാറുന്ന, അതിനനുസരിച്ച് നമ്മളെ കാണുന്ന ഒരു ജീവിത രീതിയുള്ള ആളിനോടായിരിക്കും നമുക്ക് ഏറ്റവും മതിപ്പ് തോന്നുന്നത്. ചുരുക്കം പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ ആരാണോ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ആ ആളിനോടായിരിക്കും. അദ്ദേഹത്തിന് പണമുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമല്ല, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമല്ല, അദ്ദേഹത്തിന് അധികാരം ഉണ്ടെങ്കിലും സ്ഥാനമാനം ഇല്ലെങ്കിലും നമുക്കൊന്നുമില്ല. എന്തുണ്ടായാലും ആ വ്യക്തിയുടെ ആ ഇൻറ്റഗ്രിറ്റിയെ നമ്മൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഒരു മതിപ്പുണ്ട് എന്ന് പറയാം. അപ്പോൾ സമൂഹത്തിലൊരു മതിപ്പുണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു വ്യക്തിക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മതിപ്പുണ്ടായ പോലെ ആ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു വ്യക്തിയെപ്പറ്റി മതിപ്പുണ്ടാകണം. അപ്പോൾ നമ്മളെപ്പറ്റി മറ്റുള്ളവർ വില മതിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെ മറ്റുള്ളവർ കേൾക്കണമെന്നുണ്ടെങ്കിൽ, അനുസരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെ പിന്തുടരണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും
പൊതുജീവിതത്തിലൊക്കെ ആ ഒരു ഇൻറ്റഗ്രിറ്റി നിലനിർത്തുമ്പോൾ നമുക്ക് സമൂഹത്തിൽ മതിപ്പ് ലഭിക്കും. അപ്പോഴാണ്, അല്ലാതെ സാങ്കേതികമായ അർത്ഥത്തിൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലോ ഗോഡ് ഫിയറിങ്, നേരത്തെ പറഞ്ഞ ദൈവഭയം എന്നുള്ള വാക്ക് പോലും ശരിയല്ല. പലപ്പോഴും ഭക്തിയൊക്കെ ദൈവഭയമൊക്കെ ഇപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബാഹ്യ പ്രകടനങ്ങൾ നടത്തുന്നവരെയാണ് ഭക്തരായിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ശരിക്കും ഭയമല്ല ഉണ്ടാകേണ്ടത്, ദൈവത്തോട് ശരിക്കും സ്നേഹമാണ് ഉണ്ടാകുന്നത്. ദൈവവും ഞാനും ഒന്ന് തന്നെന്നും എൻ്റെ ചുറ്റുമുള്ള സർവ്വചരാചരങ്ങളിലും ജീവജാലങ്ങളിലും എല്ലാം ഒരേ ഈശ്വരൻ്റെ ചൈതന്യം കുടികൊള്ളുന്നുവെന്നും മാനവ സേവ തന്നെയാണ് മാധവ സേവയെന്നും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ വിശ്വാസ പ്രമാണമാണ് ഭക്തി. അല്ലാതെ പുറംപൂച്ചല്ല, പുറത്തു കാണിക്കുന്ന ബാഹ്യമായ മോടികളല്ല. അതുകൊണ്ട് തന്നെ ദൈവഭയമുണ്ട് എന്ന് സമൂഹം കരുതുന്ന ഒരാളെന്ന് മാത്രമേ അദ്ദേഹത്തെ പറയാനൊക്കൂ. നമുക്കൂടെ തോന്നണം, വേറൊരാൾക്കും കൂടെ തോന്നണം. ഞാനൊരു ഭക്തനാണെന്ന് ഞാൻ സ്വയം അവകാശപ്പെട്ടാൽ പോരാ, വേറൊരാൾക്കും കൂടെ തോന്നണം ശരിയാണ് ഞാനൊരു ഭക്തനാണ് എന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ സമൂഹം മതിക്കും. അതോടൊപ്പം വിദ്യാഭ്യാസവും ഭക്തിയും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ വിദ്യാഭ്യാസവും ഭക്തിയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം, പണവും അധികാരവും സ്ഥാനമാനങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആർക്കും സമൂഹത്തിൽ മതിപ്പ് ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനെല്ലാവരും യോജിക്കുന്നു വരുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.